ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു കടലക്കറിയാണ്. പുട്ട്, അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കടലയാണ്. 250 ഗ്രാം കടല നന്നായി കഴുകി വൃത്തിയാക്കി 7 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അങ്ങനെ കുതിർത്തെടുത്ത കടല ഒരു കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 3.5 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കർ മൂടി വെച്ച് കടല വേവിച്ചെടുക്കാം. കുക്കറിൽ 5 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. 5 വിസിൽ കേട്ടതിന് ശേഷം കുക്കറിൽ തനിയെ ആവി പോയതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുക. കടലക്കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 6 കഷ്ണം വെളുത്തുള്ളി അല്ലി ചതച്ചത്. മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ, 1 ടീസ്പൂൺ ഗരം മസാല, കടുക്, 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക്, 2 അല്ലി കറിവേപ്പില. കുക്കർ തുറന്ന് നോക്കി കടല വെന്തോന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളി വഴണ്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇവിടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയെല്ലാം ചേരുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ കറി പിന്നീടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി പിരിഞ്ഞു പോകും. അതിനാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. കറി താളിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്തതായി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതുപോലെ ഞെരടി ഇടുക. അപ്പോഴേ കറിയിൽ കറിവേപ്പിലയുടെ മണം ഉണ്ടാവുകയുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറിയിലേക്ക് താളിച്ചൊഴിക്കാം.
വളരെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.